ഹലോ, അസ്സലാമു അലൈക്കും. അയാൻ എൻ്റെ റിന്യൂസിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു കടുമാങ്ങാണ് ഇടാൻ പോണത് കേട്ടോ. മാങ്ങ എടുത്ത് കഷ്ണങ്ങളാക്കുകയാണ്. ഓരോ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് ഓരോ കഷ്ണങ്ങളാക്കി നമ്മൾ മാങ്ങനെ മുറിച്ചെടുത്ത് രണ്ട് മാങ്ങയും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. രണ്ടാമത്തെ മാങ്ങയും മുറിച്ച്, രണ്ട് മാങ്ങ നമ്മൾ കടുമാങ്ങ ഉണ്ടാക്കുന്നത്. അത് രണ്ടും മുറിച്ച് കഷ്ണങ്ങളാക്കി ഒക്കെ രണ്ടാമത്തെ മാങ്ങ നമുക്ക് മുറിച്ച് കഷ്ണങ്ങളാക്കാം. രണ്ട് മുറിച്ച് നമ്മൾ ഇനി നമുക്ക് അത് കടുമാങ്ങ വെക്കാം. ഒക്കെ മുറിച്ച് കഷ്ണങ്ങളാക്കി ഈ രണ്ട് അതിലേക്ക് ആവശ്യമുള്ള രണ്ട് പച്ചമുളക് നടുകെ കീറി, 3 പച്ചമുളക് നമ്മൾ കീറി, 2 അല്ലി കരിവേപ്പ്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി നമുക്ക് ചെറുങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് അരിഞ്ഞെടുത്ത് പിന്നെ നല്ല പനിയൊക്കെയാണ്, അതാണ് ശബ്ദം വല്ലാതിരിക്കുന്നത്. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ഒന്ന് നമ്മൾ അരിഞ്ഞ് വെച്ച് ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി 1 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ഒരു ഉള്ളി ചെറുതായിട്ട് അരിയണം. അപ്പം അത് അരിയാണ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക. ഒരു സ്പൂൺ ഉലുവ ഇട്ട് കുറച്ച് ജീരകം, നല്ല പെരിഞ്ജീരകമാണ് കേട്ടോ, അതും കൂടെ ഇട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് പച്ചമുളക് ഇട്ട്, ഇഞ്ചി ഇട്ട്, കരിവേപ്പില ഇട്ട് എല്ലാം ഒന്ന് താളി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളിട്ട് എല്ലാം കൂടെ ഒന്ന് താളി വരട്ടെ. അതിലൊരു സാധനം ഇടാൻ മറന്നുപോയി, കടുക് പൊട്ടിക്കാൻ മറന്നുപോയി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു
ഇതാണ് കടുമാങ്ങ. നമ്മൾ അച്ചാറൊക്കെ കഴിക്കണ മാതിരത്തെ അതിനേക്കാളും നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ഈ കടുമാങ്ങ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചോറ് തിന്നാൻ അത് മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, എല്ലാം കൂടെ ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. കൂടെ ഒന്ന് ഇളക്കി റെഡിയാക്കി വെക്കാം കേട്ടോ. മുളക് പൊടി 1 സ്പൂൺ മുളക് പൊടി, കൂടെ ഒന്നതിൽ മിക്സ് ചെയ്ത് ആ മുളക് പൊടിൻ്റെ മണം പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. അതിന് ശേഷം കുറച്ച് തോന വേണ്ട ലേശം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പുളിൻ്റെ വെള്ളം ലേശം പുളിവെള്ളം ഒഴിച്ച്, തോന വേണ്ട ലേശം മതി ആ ഒരു ചെറിയൊരിത് കിട്ടാൻ. പിന്നെ നമ്മൾ പാകത്തിലുള്ള വെള്ളം ഒഴിച്ചെടുത്ത് നമുക്ക് മാങ്ങ അതിലേക്ക് ഇടട്ടോ. മാങ്ങ ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും കേട്ടോ. നല്ല നമുക്ക് ചോറ് കഴിക്കാൻ അത് മതി. ആ കടുമാങ്ങ മതി. അത്ര നല്ല ടേസ്റ്റിയാണ് കേട്ടോ അത്. നമുക്ക് ലേശം ഒരാണി ശർക്കരയാണ് കേട്ടത്. ഞാൻ പൊടിച്ചിട്ട് അതിലിട്ടത്. ഒരാണി ശർക്കര ഉണ്ട്. അതും കൂടെ അതിലും എരിവിനൊന്ന് ബാലൻസ് ചെയ്യാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടത്. നമുക്ക് ചോറിൽ അച്ചാറ് കൂട്ടണ കൂട്ടാനും അത് കൂട്ടി ചോറ് തന്നെ കഴിക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക. മാങ്ങയൊക്കെ വെന്ത്